Guys, welcome back to my channel. It's me, Ari. It's me, Husan. Yes. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് അടച്ചിട നമ്മളിന്ന് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ 5ാം എപ്പിസോഡാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡ്രാഗന്റെ കൊല്ലാൻ പോകുന്നു. Yes, of course. അപ്പം നമ്മളിന്ന് നമുക്കപ്പം വീഡിയോ ആയിട്ട് കളക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈസാനെയും കൂട്ടാതെ തന്നെ നമ്മൾ പോകാൻ പോവുകയാണ്. ഈസാൻ ഒരു പൊട്ടനായതുകൊണ്ട് ഈസാനെ ഡ്രാഗനെ മാത്രം കൊല്ലാൻ അറിഞ്ഞുകൂടാ. നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. അത് തന്നെ, ഈസാൻ പാർട്ടിക്കൊക്കെ വേണ്ടി നിന്നിട്ടുണ്ട്. നമ്മുടെ ചിഹ്നം മൈൻക്രാഫ്റ്റ്. അല്ല, നമ്മുടെ ചിഹ്നം മൈൻക്രാഫ്റ്റ്. അയ്യോ, സ്ഥലം മാറി. നമ്മുടെ ചിഹ്നം സ്റ്റീവ്. എന്തെങ്കിലും സാധനമാണ് എടുക്കാളെ. അപ്പൊ നമ്മുടെ ചിഹ്നം നെതറൈറ്റ് വാള്. കൂടിപ്പോതുപോലെ തോന്നല്ലേ, ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കണം. നെതറൈറ്റ് വാളും വീറ്റും നമ്മളെ ചിഹ്നം. അത് തന്നെ ഗൈസ്, ഞാൻ വീറ്റ് ആവാം. അല്ല, ഞാൻ നെതറൈറ്റ്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നമുക്ക് റീസ്പോൺ പോയിന്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് സോറി ഞാൻ തുറന്നപ്പോ ഇത് അടിച്ചു. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാണ്. ഞാൻ എന്തായാലും സാധനങ്ങളിൽ എടുക്കട്ടെ. നമ്മൾ എന്തായാലും 16 ക്യാരറ്റ് എടുക്കണു. വാള്, ആക്സ്. ഈസാന്റെ വാളും ആക്സും വിക്കാക്സും കിട്ടിയില്ലേ? ഇല്ല. അയ്യോ, വെക്കാൻ മറന്നുപോയി. നീ ഉണ്ടാക്കിയില്ലേ? മറന്നുപോയി ഉണ്ടാക്കാൻ. പകുതി ഇതെടുത്താ മതി, വെറുതെ വേസ്റ്റ് ആക്കണം. നീ പകുതി ഷീൽഡ് എടുക്കണ്ട. ഷീൽഡ് എടുത്തു, അല്ലെങ്കിൽ ഒരു വാട്ടർ ബക്കറ്റും കൂടെ ഞാനും എടുത്തേക്കാം. ഇനി നമുക്കെല്ലാം പകുതി ഫുഡും എടുക്കാം. പകുതി ഞാൻ 16 എടുക്കും. ഓക്കെ, ഞാൻ 16 എടുക്കാനുള്ളൂ. നമുക്ക് എല്ലാം ഇടാം. അയ്യോ, ബോ എടുത്തില്ല. എടുത്തോ? ബോ എടുത്തു ഗൈസ്. നമ്മൾ ഇത് എല്ലാം എൻഡ് ക്രിസ്റ്റലും പൊട്ടിച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടിയാണ് ഡയമണ്ട് ആർമർ വെച്ചേക്കുന്നത്. അല്ല, ഞാനാണെങ്കിൽ ഇത് ഫുള്ള് പൊട്ടിച്ച് അവസാനം ഡയമണ്ട് ആർമർ ആവണമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇടാം ആർമറൊക്കെ പതുക്കെ. നിന്റെ ഷീൽഡ് എന്റെ കയ്യിലിരിക്കണം. അയ്യോ, എന്റെ ഷീൽഡ് പൊട്ടിക്കാത്ത വെച്ചേക്കും. എടാ, എനിക്ക് 2 ഷീൽഡ്. നീ 2 ഷീൽഡ് വെച്ചിട്ട് ഇങ്ങനെ ഇതായി അണ്ടർ ക്രൗച്ച് ചെയ്താണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. 2 ഷീൽഡ് വെച്ച് ക്രൗച്ച് ചെയ്താൽ 1 ഷീൽഡ് വർക്ക് ആവുള്ളൂ. ശരിയാവും. മൈൻക്രാഫ്റ്റ് ലോജിക് ഇല്ല. അത് തന്നെ, മൈൻക്രാഫ്റ്റ് ലോജിക് ഇല്ല. ഞാൻ നിന്നെ അടുത്ത് പറഞ്ഞു. മൈൻക്രാഫ്റ്റ് ലോജിക് ഇല്ല. ഇല്ല. നീ ക്രൗച്ച് ചെയ്ത് നിന്റെ ഷീൽഡ് വർക്ക് ആയില്ല. അത് ഇതാവണോണ്ട് ഇത് ഹാക്സ് വെച്ച് അടിച്ചാൽ വർക്ക് ആവൂല. ഓക്കെ, എനിക്ക് വാ. നീ ഒരു റീസ്പോൺ ഒരു ധൈര്യത്തിന് ഒരു പ്രാവശ്യം കൂടെ സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ഈസനെ. അയ്യോ, എനിക്ക് ടൂൾസ് കിട്ടിയില്ല. ടൂൾസ് ഒക്കെ ഞാൻ തരാം നിനക്ക്. ഇങ്ങോട്ട് വാ, ഒരു ആക്സ് തരാം. ഇങ്ങോട്ട് എനിക്ക് ആക്സ് ഒക്കെ മതി. ആക്സും പിക്കാക്സും തരാം. പെട്ടെന്ന് നേടാ അങ്ങോട്ട്. നമുക്ക് ഷീൽഡ് എന്നിട്ട് ഓടാൻ പോട്ടാ. നിന്റെ ഷീൽഡ് എന്നില്ല. എന്റെ ഒന്നും എറിഞ്ഞു കളവില്ല. എനിക്ക് ഇന്നുണ്ട്. ഓക്കെ, ഞാൻ പോരാ. നീ പെട്ടെന്ന് നീ എൻഡർ ഡ്രാഗന്റെ അടിച്ചോ, ഞാൻ അതൊക്കെ പൊട്ടിച്ചോളാം. ഞാൻ നിനക്ക് വാട്ടർ ബക്കറ്റും തരാം, ബ്ലോക്കും തരാം. കുറച്ചും കൊണ്ട് ബ്ലോക്ക് എടുത്തോണ്ടോ? എന്റെ ബ്ലോക്ക് ഇല്ല. കുറച്ചും കൊണ്ട് ബ്ലോക്ക് എടുത്തോണ്ടോ? ഒരു 2 സ്റ്റാക്ക് എടുത്തോണ്ടോ? കയറി ഐശ്വര്യത്തിന് ഞാൻ എന്തോ എനിക്ക് ഞെരിക്കണ പോലെ ഞാൻ ഇങ്ങനെ അടിച്ചടിച്ചാണ് കയറിക്കൊണ്ടിരുന്നത്. അപ്പം അടിയുണ്ട്. അയ്യോ, നീ നോക്കാൻ എൻഡർമാനാണോ ഫസ്റ്റ് വന്നിരിക്കണേ? ചത്താവൻ. അയ്യോ, നീ നോക്കിയ ഒരു എൻഡർമാനെ വായും തുറന്നിരിക്കണ. വാടേടാ. ഓക്കെ ഗൈസ്, നമ്മുടെ അനിയൻ കൂടെ നിൽക്കണ ഗൈസ്. അവൻ ചിരിച്ച് ചത്തി ഈസാന്റെ കോമഡിയിൽ. ഞാൻ ബ്ലോക്ക് ചെയ്യാം. വാടേടാ നീ. വാടച്ചു.
എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. അയ്യോ നമ്മൾ ഡയമണ്ട് ആർമർ ഇടാതെ കൊന്നളഞ്ഞ് ഷേ കണ്ടാ ഒരു ആർമർ പോലും ഇല്ലാതെ നമ്മൾ ഡ്രാഗൺ എങ്ങനെ കൊല്ലണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ കൈ വെച്ച് ചാടിച്ചു. നാളെ കുറെ XP ഒക്കെ എനിക്കടേ കൊന്ന ഈസ നമ്മൾ XP കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നീയത്തുണ്ട് ഗൈസ്. നിയമമുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ പതുക്കെ ചാടല്ലേ വേൾഡിലോട്ട് ചാടല്ലേ വേൾഡിലോട്ട് ചാടല്ലേ വേൾഡിലോട്ട് അവളെ എല്ലാം SP എടുത്തോണ്ട് പോയി ഗൈസ്. നമ്മൾ ഒരു അല്പം XP ഉള്ളായിരുന്നല്ലോ ബോട്ടൻ ഡ്രാഗൺ. ഓ കൈ വെച്ച് കഷ്ടപ്പെട്ട് അടിച്ചിട്ട് വാളൊക്കെ ഇതുണ്ട് കേട്ടോ. ആ മുട്ട അടിക്കണ്ടേ? ബ്ലോക്ക് പോയി അങ്ങനെയല്ല അടിച്ച് TP ആയി എവിടെ പോയി. ഈ ടോർച്ച് ഉണ്ട് അതിന്റെ ഓ ഈസ മുട്ട അതിനെ കണ്ടുപിടിച്ചെടുത്താ. എനിക്ക് നാട്ടിൽ പോവാ. ഞാൻ നാട്ടിൽ വരുമല്ലേ. പിന്നെ നീ ഇവിടെ വീട്ടിൽ പോണം. ഓ ഞാൻ വീട്ടിൽ പോണം. ഞാൻ ഇവിടെ തന്നെ പോണേ. അതേ സമയം നേരെ വീട്ടിലോട്ട് പോവാം. നമുക്ക് ഔട്ടർ അവിടെ ഇതൊക്കെ മുട്ടയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഔട്ടർ എടുക്കാം. ഇതിന്റെ പൊട്ടിച്ച് വെച്ചേക്കാം നമുക്ക്. അത് തന്നെ അതാ നല്ലത്. ഓഫ് ക്യാമറയിൽ നമ്മൾ ഇതെല്ലാം പൊട്ടിച്ച് വെച്ചേക്കാം ഗൈസ്. ഈ വില്ലേജ് കാരണം നമുക്ക് വീട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ എഡിറ്റർ കണ്ടുപിടിക്കണം. പിന്നെ ഡ്രാഗന്റെ ഹെഡ് അവിടെ എവിടെയെങ്കിലും വില്ലേജ് പൊട്ടിച്ച് വെച്ചേക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ.